അപ്പൊ കേരളത്തിൽ ആരും ചെയ്യാത്ത ഒരു സംഭവമാണ് മാമി സപ്പോട്ട. അതും മാമി സപ്പോട്ടയുടെ ഒരുപാട് പ്ലാന്റുകളാണ്. എത്ര കണ്ട പ്ലാന്റ് എന്നറിയാമോ? ഇതിപ്പോഴൊന്നുമല്ല കേട്ടോ, ഇത് അധികം താമസിക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കായ്ക്കുന്ന നല്ലൊരു സൂപ്പർ വെറൈറ്റിയാണ്. ഇതാ ഈ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണി കാണിച്ചു തരാം. അവിടെ നിന്ന് എണ്ണിക്കഴിഞ്ഞാൽ 10, 50, 60 തൈകിന്റെ മുകളിൽ പ്ലാന്റേഷൻ തന്നെ നമുക്ക് നിലവിലുണ്ട്. ഈ കാണുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് ഇതാണ്ടോ. ഇതൊക്കെ മുഴുവനും മാമി സപ്പോർട്ടാണ്. ഇതാ ഒരുപാടുണ്ടല്ലേ? ഒരുപാടുണ്ട്. അപ്പൊ നമുക്കിത് കസ്റ്റമർ ചോദിച്ചാൽ കൊടുക്കാൻ? അതെ, ഞങ്ങൾക്ക് വണ്ടൂര് വലിയ മാമി സപ്പോട്ട നിറയെ കായ്ച്ചിട്ടുണ്ട്. വേണമെങ്കിൽ വീഡിയോ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ ആ കായ്ച്ചിരിക്കുന്ന അതിൽ കായോട് കൂടി തന്നെ നമ്മൾ മദർ പ്ലാന്റിൽ ലെയർ ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മുടക്കി ഇതാ ഇതിൽ ചെറിയ കായൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മൾ വലിയ പ്ലാന്റിൽ നിന്ന് ലെയർ ചെയ്ത് ഇറക്കുമ്പോൾ ഉണ്ടായ കായാണ്. അതൊന്നും കായ പിടിക്കണമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ ഉണ്ടായിരുന്നു നിലവിൽ, അതൊക്കെ പോയതാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ നമ്മൾ വീണ്ടും അതിൻ്റെ ഇടയിലൊക്കെ ഇനിയും മാമി സപ്പോട്ട ഒരുപാട് വെച്ചിട്ടുണ്ട്. എത്ര വേണമെന്ന് വെച്ചാൽ എണ്ണി എടുത്തോളി. ഇതൊക്കെ മാമി സപ്പോർട്ടാണ്. ഇതൊക്കെ ഇത്രയും കണ്ട് പ്ലാന്റേഷനാണ് നമ്മളിൽ മാമി സപ്പോർട്ട് ഉള്ളത്. ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ, പല പല വെറൈറ്റികളുണ്ട്. അപ്പം മാമി സപ്പോർട്ട് തൈകൾ നമ്മളതിൽ അവൈലബിൾ ആണ്. നമ്മൾ ലെയർ ചെയ്തെടുക്കുന്ന വലിയ മരത്തിൽ നിന്ന് മദർ പ്ലാന്റിൽ നിന്നാണ് മാമി സപ്പോർട്ട് നമ്മൾ ലെയർ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിയ മരങ്ങളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, കാഴ്ച മരങ്ങളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മാത്രമല്ല ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, ഞങ്ങൾ ലെയർ തൈയിൽ നിന്ന് ലെയർ എടുക്കാം. ലെയർ തൈയിൽ നിന്ന് കായ്ക്കണമെന്ന് നിർബന്ധമില്ല. സീഡ് തൈയിൽ നിന്നാണ് കായ്ക്കണമെന്ന് നിർബന്ധം. അത് നമുക്ക് എന്താണ് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടും പറയാണ്, ഇതൊക്കെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് വലിയ വലിയ മരങ്ങളിൽ നിന്നാണ്. നമ്മളിപ്പം ഇത് വലിയ പ്ലാന്റേഷനായിട്ട് നല്ല രീതിയിൽ ചെയ്ത കൊണ്ട് ആ വീഡിയോയിൽ കാണിച്ചല്ലോ നമ്മൾ, ആ കാണിച്ച സാധനം നമുക്ക് എന്താവും, കാഴ്ചയോടുകൂടി നമ്മൾ അതിൽ നിന്നും ലെയർ എടുക്കാൻ തുടങ്ങും. ഏകദേശം ലെയർ എടുക്കാനായിട്ട് കണ്ട് വെച്ചിരിക്കുന്നതാണ്. അതാണ് അത് അത്രയും അടുത്തടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം അത് പൊന്തൂല. അത് ഏകദേശം ഈ ഹൈറ്റ് വരുള്ളൂ. ഈ ഹൈറ്റില് വേണ്ട, ഇത്ര ഹൈറ്റിൽ വരെ നമ്മളതിൽ കാഴ്ച പ്ലാന്റുകളുണ്ട്. കാരണം ലെയർ ചെയ്ത പ്ലാന്റുകൾ, കാഴ്ച പ്ലാന്റുകളുണ്ട്. അത്രയും ഗ്യാരണ്ടിയിലാണ് നമ്മൾ അതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ കൊടുക്കാൻ തീർച്ചയായിട്ടും നമ്മൾ കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി നമ്മളതിൽ കൊടുക്കാനുണ്ട്. നമ്മളിതൊക്കെ എന്തായാലും 1500 റേഞ്ചിന് ആണ് ഈ പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത്. ഇതിന്റെ വലുതുണ്ട്, കുറച്ചും കൂടെ വലുപ്പമുണ്ട്. 2000, 2500 റേഞ്ചിനുള്ളുണ്ട്. ഇത് വളരെ വളരെ റയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതെ അതെ. പിന്നെ നമുക്കുള്ള മെയിൻ വിഷയം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അങ്ങനെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് നിൽക്കുന്നൊന്നുമില്ല. അത്ര നിർബന്ധമുള്ളവർ മാത്രം ഇതിന് എടുത്താൽ മതി. അത് വേറൊന്നും കൊണ്ടല്ല, വലിയ വലിപ്പത്തിലോ അഹങ്കാരം പറഞ്ഞതല്ല. മറിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അതിനു വേണ്ടിയുള്ള സ്റ്റോക്ക് ഇല്ല. ഇത് കണ്ടമാനം ആൾക്കാരെ അന്വേഷിച്ച് നടക്കുന്നതാണ്. ഇതിന്റെ ഒരു മെയിൻ വിഷയം എന്താണെന്ന് അറിയാമോ? ചുരുങ്ങിയത് ഒരു വർഷം, ചിലപ്പോൾ ഒരു വർഷവും 2 മാസമൊക്കെ ഇരുന്നാലാണ് ഇത് നല്ല രീതിയിൽ വേരിറങ്ങി പിടിക്കുക. 6 മാസം 7 മാസം വരെ വേരിറങ്ങിയത് ഞാൻ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ചിരുന്നു. കംപ്ലീറ്റ് ആയി പോയി. അത്രയും തിങ്ങി വേരിറങ്ങിയാൽ മാത്രമേ ഇത് നമുക്ക് കവർ ചെയ്ത് വെച്ചാൽ നമുക്ക് സക്സസ് ആവുള്ളൂ. പിന്നെ 100 എണ്ണം വെച്ച് കഴിഞ്ഞാൽ അതിലും പോകും, 10, 40, 50 പോകും. ബാക്കി അതും കഴിഞ്ഞിട്ട് നമുക്കിത് ലെയർ പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. അതാണ് നമുക്ക് ഇതിന്റെ ഈ വിലയും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ മാത്രമല്ല ഒരു റെയർ ഫ്രൂട്ടാണ്, അതുകൊണ്ടാണ് ഇതിന്റെ ഈ വില വരുന്നത്. ഈ കാണുന്നതാണ് മാമി സപ്പോട്ട. കണ്ടോ, നിറയെ കായോട് കൂടി, അതും വെറും ചട്ടിയില്. ഏറ്റവും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ ഇതാ കണ്ടോ, നിറയെ. ഇത് ലെയർ പ്ലാന്റ് ആണ്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഇങ്ങോട്ട് പോയി മുകളിലോട്ട് കാണിച്ചിരിക്കേ. കാണുന്നുണ്ടോ ആ വലിയ കായ്? കാണുന്നുണ്ടോ? അപ്പൊ ഈ കാണുന്നേ വേണ്ട, തായ്പിന്റെ പേര, ആർക്കാക്കിനും പേര, അതുപോലെ തന്നെ L49 പേര, അതുപോലെ തന്നെ PNR പേര, അതുപോലെ തന്നെ നമ്മളെ ജപ്പാൻ പേര. ഇതിന്റെയൊക്കെ വലിയ വലിയ ശേഖരമാണ്, വമ്പൻ ശേഖരം. അത് വലിയ കവറിലാണ്. ഇനി ഇതിന്റെ മറ്റൊരു വശം നിങ്ങൾക്ക് കാണണോ? ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് നമ്മുടെ ഇത് ഒട്ടിച്ചിരിക്കണം തോന്നുന്നു. ഇങ്ങോട്ട് ഒന്നേ, രണ്ട്, ഇനി ഇങ്ങോട്ടോ. ഇവിടെ ഇവിടെ വീഡിയോ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. കണ്ടില്ലേ? ഇത്രയും വലിയ ഇങ്ങോട്ടോ. ഇതണ്ട പേരക്ക കൃഷിയാണ്, കൃഷി. അത് ഈ ചെറിയ തൈകളില്ലേ? ഇഷ്ടം പോലെ ഉണ്ടോ? വേണേതാ കാണിക്കുന്നു. ഈ കാണുന്ന തൈകളിൽ നിന്നാണ്. അത്ര ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാം. ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേരക്ക നിറയെ കാഴ്ച വയ്ക്കുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം. നേരിട്ട് കാണിച്ചു തന്നെ
നമ്മൾ പറിച്ചാണ്. അതെ അതെ, ഇത്രയും ഗ്യാരണ്ടിയിൽ ഉറപ്പില് ഇനിയുണ്ട് ഇതൊക്കെ തരാൻ പറ്റും. ഇതിരിക്കുന്നു, ഇത് അവിടെ ഉണ്ട്, ഇനി ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഒരുപാടുണ്ട്, കണ്ടമാനമുണ്ട്. ഇനി ജപ്പാൻ പേര ഇവിടെ കായ്ക്കൂലെന്ന് പറയുന്നവരുണ്ട്. ഇതാ ഈ കണ്ടോ, ഈ ജപ്പാൻ പേര ഇവിടെ എത്രങ്ങാനും പൂവും ഫ്ലവറും കായുമായിട്ട് ഇപ്പൊ നോക്കിയേ. ജപ്പാൻ പേര, ജപ്പാൻ പേര ഫ്ലവർ വരുന്നുണ്ട്. അവിടെ കണ്ടല്ലേ, അതാ അവിടെയൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട്. നിറയെ കണ്ടോ, ഇങ്ങനെ കൊണ്ടുപോയി നിറയെ കഴിച്ചോളി, കൊണ്ടുപോയി കഴിക്കുന്നോളി. ആർക്കാ വേണം കൊണ്ടുപോയിക്കോട്ടെ. യഥാർത്ഥമായിട്ട് അവരുടെ പണിയുടെ ഫലമാണ് ഈ കാണുന്നതൊക്കെ. അതെ അതെ, നമ്മുടെ മാത്രം വിജയമല്ല, അവരെയും കൂടി കൂട്ടത്തിലുള്ള വിജയമാണ്. ഇതിന് വലിയ വലിയ പ്ലാന്റുകൾ ഇതുണ്ടോ, ഈ ആർക്കാഗ്രഹം എവിടെയൊക്കെയാണ് കായ നോക്കിയത്. ഞാൻ 100% പറയാണ്, ഒന്ന് പരിചരണമാണ്. പരിചരണമാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇതിന്റെ മടക്കില എവിടെയെങ്കിലും നിങ്ങൾ നോക്കി ഒരു ഇലയില എവിടെയെങ്കിലും ഒരു പുള്ളിക്കുത്ത് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നും കാണില്ല. അത്രയും ഫ്രഷ് ആണ്, അത്രയും ഫ്രഷ് ആയിട്ട് നമുക്ക് ചെയ്യാം. അതായത് അതിന്റെ കീടനാശിനികളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും അതിന് മരുന്നാണെങ്കിലും വളമാണെങ്കിലും അതിന്റെ പുറകിൽ നടക്കും. അതെ, ഇതാണ് കൃഷിപ്പണി എന്ന് പറയുന്നത്. കാര്യമായിട്ട് നോക്കണം, കാര്യമായിട്ട് നോക്കണം, എന്നാലേ റിസൾട്ട് കിട്ടുള്ളൂ. അതിനുള്ള തെളിവാണ് ഈ കാണുന്നത്. അതെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും കിട്ടും. ഈ കാണുന്നത് മണ്ണാർക്കാട് ബ്രാഞ്ചിലാണ്. അപ്പൊ ഈ കാണുന്നുണ്ടോ നിങ്ങൾ, ഈ കാണുന്നതാണ് അഗസ്റ്റ് ചീര. അഗസ്റ്റ് ചീരയുടെ ആരോഗ്യ വശങ്ങളെ പറ്റി ഞാൻ വിശദീകരിക്കേണ്ടതില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്യുക. അതായത് വായ്പുണ്ണ്, വയറ്റിപ്പുണ്ണ് പോലുള്ള പല രോഗങ്ങൾക്കും അതുപോലെ മറ്റെന്ത് സംഗതികൾക്കും എന്താ ഈ കാണുന്നുണ്ടോ, ഇത് ഇങ്ങോട്ട് പറിച്ചിട്ട് കൂട്ടാൻ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ എന്നെ പറയാനാ, ഇതൊക്കെ തോരൻ വെച്ച് കഴിച്ചാൽ അതിന്റെ ടേസ്റ്റ് കാരണം മുട്ട കൂടെ ഇട്ട് തോരൻ വെക്കണം കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുകയാണ്. അന്നന്നര മുതലാണ് ഈ കാണുന്നതൊക്കെ. ഇത് ഇങ്ങനെ മൊത്തം എന്താ ഈ കാണുന്ന മുഴുവനും അതുപോലെ തന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. കണ്ട ഇതിന്റെ പൂവൊന്ന് അടിപൊളി, എങ്ങനെയുണ്ട്. അതെ അതെ. അപ്പൊ ഇത് ആണ് സാധനം. അപ്പൊ ഇതിന്റെ ചെറിയ തൈകൾ നമ്മളതിൽ ഇഷ്ടം പോലെ ഉണ്ട്. എന്താ പറയാ, ഒരു 10-15,000 തൈകളോ നമ്മളെ സ്റ്റോക്കുണ്ട്. കൊടുക്കാനുണ്ടോ? കൊടുക്കാനും ഉണ്ട്, ചെറുതും ഉണ്ട്, അതിന്റെ ചെറുതും ഉണ്ട്. ഇനി വിത്തുണ്ട്, മുളപ്പിക്കാനുള്ളതുണ്ട്. അങ്ങനെ കണ്ടമാനം ഉണ്ട്, പല വെറൈറ്റിയുള്ള രീതിയിലുള്ളതുണ്ട്. തുച്ഛമായ പൈസയ്ക്കാണ് സാധനം കൊടുക്കുന്നത്. വെറും 35 റുപ്യക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റിയ ചെറിയ തൈകളുണ്ട്. അപ്പൊ അത്രയും നല്ല രീതിയിൽ. അപ്പൊ ആവശ്യക്കാരെന്തായാലും കോൺടാക്ട് ചെയ്യാം. യുവകർഷക അഗ്രികൾച്ചർ ഫാമിന്റെ കസ്റ്റമർ കെയർ നമ്പർ 9544 500 500. നമുക്ക് ആ ചെറിയ തൈ ഒന്ന് കാണാനല്ലേ. അപ്പൊ നമ്മൾ മുകളിൽ കണ്ട ആ അഗസ്റ്റ് ചീരല്ലേ, റെഡ്, ആ അഗസ്റ്റ് ചീരയുടെ കണ്ട തൈകൾ, ഇതുപോലെ തൈകൾ. അതായത് നിങ്ങൾ വിചാരിക്കും 5 തൈകൾ വന്ന് ഇതാ നോക്ക്, ഇങ്ങനെ നോക്ക്, ഈ കാണുന്ന ചെറിയ ചെറിയ മുളകളുണ്ടോ, നിറയെ കാണുന്നുണ്ടോ? അതെ അതെ അതെ, ചെറിയ തൈകൾ മുഴുവനും അഗസ്റ്റ് ചീരയാണ്. കാണുന്നുണ്ടോ? അതൊക്കെ മുളച്ചു വരണല്ലോ കേട്ടോ. ഏകദേശം ഒരു 10,000-15,000 തൈക്ക് മുകളിൽ നമുക്ക് ഈ തൈകള് നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോ വേറെ ആഴ്ച ആവും നമുക്ക് കൊടുത്തു തുടങ്ങാനായിട്ട്. ഇതേ വലിപ്പത്തിനുള്ള തൈകള് നമ്മളതിൽ കുറച്ചുണ്ട് സ്റ്റോക്ക്. കാരണം ഉണ്ടായിരുന്ന സ്റ്റോക്കൊക്കെ നമുക്ക് മണ്ണുത്തിയിലോട് കയറി പോയതാണ്. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് കൊടുക്കാം. ഒരാഴ്ച കഴിഞ്ഞാൽ കൊടുക്കാം. അപ്പൊ ഈ കാണുന്ന കൊലയുള്ള മാങ്ങ ഉണ്ടോ, ഇത് നിങ്ങൾ വിചാരിക്കുമല്ലോ മണ്ണിൽ വെച്ചെന്നല്ല കേട്ടോ. ഇതാ ഡ്രമ്മിലാണ് ഇങ്ങനെ നിറയെ ഈ കുളമ്പ് മാവാണ് കേട്ടോ. ഇതാ ഇങ്ങോട്ടൊക്കെ തൂങ്ങി കിടക്കുന്ന കിടപ്പുണ്ട്. ഞങ്ങള് എത്ര വേണം ഇതാണ്ടോ, ഇതൊക്കെ മാങ്ങ നിറയെ. ഇത് മണ്ണിൽ വെച്ച പ്ലാന്റ് ആണ് കേട്ടോ. ഇതും മണ്ണിൽ വെച്ച പ്ലാന്റിലും കണ്ടോ എത്ര കാണാം. ഇതൊക്കെ ഞങ്ങളുടെ സ്വന്തം ഫാം ഹൗസിൽ മണ്ണിൽ ഫിറ്റ് ചെയ്തേക്കാണ്. ബാക്കിയൊക്കെ ഇതാ ഇങ്ങോട്ടൊക്കെ നോക്കി ഡ്രമ്മിൽ വെച്ചിരിക്കുന്ന കണ്ടോ നിറയെ മാങ്ങ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കണ്ട് മാങ്ങയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് കോട്ടർകുണം മാവ്, അത് കുളമ്പ് മാവ്, പിന്നെ അതുപോലെ തന്നെ മൂവാണ്ട മാവ് ഇതാ ബാക്കിൽ. ഇത് മാത്രമല്ല കേട്ടോ, മൂവാണ്ട മാവ് ഇതാ ഇത് തന്നെ 4 മാവ് ഉണ്ട്. ഇതിനേക്കാളും ഒരുപാട് മാങ്ങയുള്ള താഴോട്ടാളുണ്ട്. ഇനി ഒന്ന് വന്നേ, ഇതൊന്ന് നോക്കിയേ കണ്ട, ഈ കാണുന്ന മുഴുവൻ ഡ്രമ്മുകളിലും വലിയ വലിയ ഹെൽത്തി പ്ലാന്റുകൾ. എത്ര കണ്ട ഹെൽത്തി പ്ലാന്റ് എന്നുണ്ടോ. ഒന്ന് പിടിച്ച് പൊന്തിക്കണമെങ്കിൽ തന്നെ അനങ്ങണമെങ്കിൽ തന്നെ നല്ല പാടാണ് കേട്ടോ. ഒരു 7-8 ആളൊക്കെ പിടിച്ചാലാണ് നമ്മളിത് പൊന്തിക്കുക. ഇങ്ങോട്ടൊക്കെ എത്രങ്ങാനും ഡ്രമ്മെന്നറിയാമോ. ഈ രീതിയിൽ നമുക്ക് വലിയ വലിയ പ്ലാന്റുകൾ ഡ്രമ്മിൽ ചെയ്തത് കണ്ടമാനം കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഒരുപാട് വെറൈറ്റിയാണ് നമ്മളെ കയ്യിൽ കൊടുക്കാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ പ്ലാവിൻ്റെ കണ്ടോ, ഇതാ ഈ കാണുന്നത് ചക്കയോട് കൂടിയുള്ള കണ്ടോ, ചക്കയോട് കൂടിയുള്ള പ്ലാന്റുകൾ. ഇതാ ഈ കാണുന്നതൊക്കെ ഓരോരോ വെറൈറ്റികളാണ്. നമുക്ക് ഇതാ ലോങ്ങൻ വെറൈറ്റികൾ ഇതാ ഫ്ലവർ നിറഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ ഈ ഭാഗത്തേക്ക് നോക്കിയാൽ കണ്ടോ ഫുള്ള് ഡ്രമ്മാണ് കേട്ടോ. ആ ഭാഗങ്ങളൊക്കെ നിറയെ ഡ്രമ്മാണ്. എന്താ ഇങ്ങോട്ട് വന്നേ, ഇതുണ്ടോ അമ്പഴങ്ങയുടെ വളരെ വലിയ കളക്ഷൻസ് ആണ്. അത് നിറച്ച് അമ്പഴങ്ങ നോക്ക്, എല്ലാത്തിലും അമ്പഴങ്ങ. ഇനി അതുപോലെ തന്നെ ആ ഭാഗത്തേക്ക് കണ്ടോ, ഇതൊക്കെ ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ. എന്താ ഈ ചെറിയ തൈയിൽ വരെ കണ്ടോ കിങ് ഞാവലാണ്. ഞാവലിൻ്റെ
വലിയ വെറൈറ്റിയാണ്. നമ്മൾ കഴിച്ചു നോക്കിയിട്ടുണ്ട്, നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഉണ്ടല്ലോ മാവിൻ്റെയൊക്കെ വലിയ വലിയ ഐറ്റംസുകൾ. സോ അങ്ങോട്ടും ഉണ്ട്, അതിലൊക്കെ കണ്ടമാനമുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഉണ്ട്, ഡ്രമ്മിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ലോങ്ങന്. അതുപോലെ തന്നെ പേര ഐറ്റംസുകൾ, അങ്ങനെയുള്ള പല വെറൈറ്റികളും. അങ്ങോട്ടൊക്കെ വേണ്ട ഒരുപാട് മാവുകൾ, സപ്പോർട്ടുകൾ, ഐറ്റംസുകളൊക്കെ നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്കൊരു അടിപൊളി നാംഡോക്മായി, അതും നിറയെ കാഴ്ചയ്ക്ക് നമുക്ക് കാണാം. കൊല കൊലയായിട്ട് ഡ്രമ്മിൽ കാഴ്ചയ്ക്കുന്ന. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്ലാന്റുകൾ നമ്മളിൽ സെയിലുണ്ട്. അപ്പോൾ ആവശ്യക്കാർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഒരു കൊലയിൽ 5 കിലോ വരെ വരുന്ന കമ്പോളി മുന്തിരിയുടെ തൈകൾ, നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമ്മളിൽ അവൈലബിൾ ആണ്. ഇതാ നല്ല ഗ്രോത്തുള്ള പ്ലാന്റുകൾ നിലവിൽ അവൈലബിൾ ആണ്. ഇതാ കണ്ടോ, ഇതേപോലത്തെ നല്ല ഹെൽത്തി പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വർഷ അഗ്രികൾച്ചർ ഫാമിലെ മണ്ണാർക്കാട് ബ്രാഞ്ചിലുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ബാംഗ്ലൂർ പപ്പായാണ്. ബാംഗ്ലൂർ പപ്പായൻ്റെ ഒരുപാട് തൈകളാണ്. അതായത് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പോൾ 5000-ന്റെ മുകളിൽ തൈകളുണ്ട്. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഇതെങ്ങനെ 5000 മുതൽ ഒന്നും ഇല്ല. വന്നോളി കാണിച്ചാൽ. ഈ കാണുന്നത് പപ്പായയുടെ സ്റ്റോക്കാണ്. അതുപോലെ തന്നെ ഇനി അടുത്ത് നമുക്ക് റെഡ് ലേഡിയുടെ സ്റ്റോക്ക് കാണാം. നമ്മൾ റെഡ് ലേഡി പപ്പായയുടെ ആണ്. നമുക്ക് ഇതുപോലെ 5000 തൈകൾ ആണ് ഓൾറെഡി നമുക്ക് സ്റ്റോക്ക് ഉള്ളത്. നല്ലൊരു ക്വാണ്ടിറ്റി നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ തീർച്ചയായും ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബ്രാഞ്ച് വരുന്നത് മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡിൽ പള്ളിക്കുറുപ്പ് കോളപ്പാകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ബ്രാഞ്ച് വരുന്നത്. ഇതുപോലെ എല്ലാ അടിപൊളിയായിട്ടുള്ള തൈകളും അതുപോലെ തന്നെ മറ്റ് എല്ലാവിധ തൈകളും നമ്മളതിൽ അവൈലബിൾ ആണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ യുവകർഷക അഗ്രികൾച്ചർ ഫാമിന് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ കഴിയുന്നതെന്ന്. എല്ലാ കാര്യങ്ങളും വില കുറച്ച് കൊടുക്കണമെന്ന് ഞാൻ ഒരു ഇതും പറയണില്ല കേട്ടോ. കഴിയുന്നത് പോലെ, പ്രൊഡക്ഷൻ ചെയ്യുന്നത് പോലെ ഞങ്ങൾ മാക്സിമം വില കുറച്ച് കൊടുക്കുന്നുണ്ട്. പല ഐറ്റംസുകളും പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. കാണുന്നല്ലോ, ഈ കാണുന്ന ചാമ്പറുകളൊക്കെ നമുക്ക് പ്രൊഡക്ഷനാണ്. ഇതുപോലെ നമുക്കിതാ ആ ഭാഗത്തേക്കൊന്ന് കാണിച്ചേ, അതൊക്കെ ചാമ്പറുകളാണ്. അങ്ങ് താഴേക്കൊക്കെ കാണിച്ചേ, കണ്ടോ, അതൊക്കെ ഫുള്ള് ചാമ്പറാണ്. പിന്നെ അതിൻ്റെയും താഴേക്ക് നമുക്ക് ചാമ്പറുകളുണ്ട്. അതൊക്കെ നമ്മളെ ഫുള്ള് സ്വന്തം പ്രൊഡക്ഷനാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, ലെയറിങ്. അതുകൊണ്ടാണ് ഞങ്ങൾ മണ്ണുത്തി അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഹോൾസെയിലായിട്ട്, ബൾക്കായിട്ട്, ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് ഇറക്കാൻ കഴിയുന്നത്.